ഫാസ്റ്റ് ന്യൂസ് ആരംഭിക്കുന്നു. PM ശ്രീ പദ്ധതിയിൽ നിന്ന് UDF സർക്കാർ പിന്മാറില്ല. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞ സർക്കാർ കരാർ ഒപ്പിട്ട് പണം വാങ്ങിയതിനാൽ പദ്ധതി തുടരാൻ UDF സർക്കാർ നിർബന്ധിതരാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അതേസമയം സംസ്ഥാനത്തിന്റെ നിലപാട് അടിയറവ് വയ്ക്കില്ല. അതിനാൽ കേന്ദ്രത്തോട് കരാർ വ്യവസ്ഥയിൽ ഇളവ് തേടാൻ 4 അംഗ മന്ത്രിസഭാ ഉപസമിതിയെ നിശ്ചയിച്ചു. VC-മാർ സംഘപരിവാർ പരിപാടിയിൽ പങ്കെടുത്തതിൽ മുഖ്യമന്ത്രിയുടെ വിമർശനം പോരെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം ശരിയല്ല എന്ന് VD സതീശൻ. പിണറായി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 4 വൈസ് ചാൻസലർമാർ RSS പരിപാടിയിൽ പോയിരുന്നു. അന്ന് ഒരക്ഷരം പോലും പറയാത്ത ആളാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ്. VC-മാർ പങ്കെടുത്തത് തെറ്റില്ല എന്നായിരുന്നു അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് എന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി EDക്ക് മുന്നിൽ ഹാജരായി. കൊച്ചി ED ഓഫീസിൽ രാവിലെ 10:30-ഓടെയാണ് വീണ ഹാജരായത്. ഭർത്താവ് മുഹമ്മദ് റിയാസിനൊപ്പമാണ് വീണ എത്തിയത്. CMRലുമായി നടത്തിയ സാമ്പത്തിക ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ED ചോദിച്ചറിയും. വീണയോട് വെള്ളിയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അനാരോഗ്യത്തെ തുടർന്ന് സാവകാശം തേടുകയായിരുന്നു. വീണ വിജയനെ ചോദ്യം ചെയ്ത് അവസാനിപ്പിക്കാനല്ല താൻ നിയമ പോരാട്ടം തുടങ്ങിയതെന്ന് പരാതിക്കാരനായ ഷോൺ ജോർജ്. SFIOയുടെ പക്കലുള്ള രേഖകൾ ഇതുവരെ EDക്ക് ലഭിച്ചിട്ടില്ല. പിണറായിയാണ് കേസിലെ യഥാർത്ഥ പ്രതി. CMRൽ നിന്നും 10 ലക്ഷത്തിന് മുകളിൽ വാങ്ങിയവരെല്ലാം ഈ അന്വേഷണ പരിധിയിൽ വരും. എക്സാലോജിക്കിന് ലഭിച്ച പണം വിദേശ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്ന തന്റെ പരാതിയിലും അന്വേഷണം വേണമെന്നും ഷോൺ ആവശ്യപ്പെട്ടു. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ നന്ദി പറയുന്നത് വടകരയിലെ ജനങ്ങളോടാണെന്ന് ഷാഫി പറമ്പിൽ MP. CPM വർഗീയ പോയ്സൺ ആവാൻ പാടില്ലായിരുന്നുവെന്നും നേതൃത്വത്തിന്റെ അറിവോടെയാണ് സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് എന്നും ഷാഫി പറമ്പിൽ. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായ ജിതിൻ ഭാസ്കറിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് അന്വേഷണ സംഘം ഇന്ന് ആവശ്യപ്പെട്ടു. സോഷ്യൽ മീഡിയയിലെ വ്യാജ പ്രചരണങ്ങളിലും വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് കേസിലും പ്രതികരണവുമായി DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ്. വ്യാജ നിർമ്മിതികളുടെ ആവശ്യം തങ്ങൾക്കില്ല. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു. കാഫിർ സ്ക്രീൻഷോട്ട് അന്വേഷണത്തിൽ രാഷ്ട്രീയ താൽപര്യമുണ്ട്. SIT UDFന് വേണ്ടിയുള്ള സംവിധാനമായി മാറരുത് എന്നും വസീഫ് ആവശ്യപ്പെട്ടു. തന്നെ തിരഞ്ഞുപിടിച്ച് ആക്ഷേപിക്കുന്നുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ. യോഗനാഥം എഡിറ്റോറിയലാണ് വെള്ളാപ്പള്ളിയുടെ ഈ വിമർശനം. വിമർശനങ്ങൾ പുത്തരിയല്ല. SNDPക്കെതിരായ വാളോങ്ങലിൽ മൗനം പാലിക്കാനാവില്ല. സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞതാണ് താൻ ചെയ്ത തെറ്റ്. ഉമ്മാക്കികൾക്ക് മുന്നിൽ ഭയന്നോടില്ല. മുന്നണികൾ മുസ്ലിം ലീഗ് എന്ന വർഗീയ സംഘടനയെ താലോലിക്കുന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ വിമർശനം ഉന്നയിച്ചു. IPS തലപ്പത്ത് വീണ്ടും അഴിച്ചുപണിയുമായി UDF സർക്കാർ. പുട്ട വിമലാദിത്യയെ ഉത്തരമേഖല IG ആയി നിയമിച്ചു. ഓപ്പറേഷൻ തൂഫാൻ നോഡൽ ഓഫീസർ കൂടിയാണ് വിമലാദിത്യ. K കാർത്തിക്കിന് കണ്ണൂർ റേഞ്ച് DIG ആയി നിയമനം. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. ഡെങ്കിപ്പനി ബാധിച്ച് കരിമ്പുഴ ആറ്റാശ്ശേരി വള്ളിക്കാട്ടിൽ ജിജോ മോഹനാണ് മരിച്ചത്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. ഒരാഴ്ചക്കിടെ ഡെങ്കിപ്പനി ബാധിച്ച് 3ാമത്തെ മരണമാണ് ഇത്. തൃണമൂൽ കോൺഗ്രസിന് പിറകെ ശിവസേന ഉദ്ധവ് വിഭാഗത്തിലും പ്രതിസന്ധി. ഉദ്ധവ് പക്ഷത്തുള്ള 6 MP-മാർ ഷിൻഡെയ്ക്കൊപ്പം ചേർന്ന് NDAയുടെ ഭാഗമാവും. മഹാരാഷ്ട്രയിൽ ഓപ്പറേഷൻ ടൈഗർ എന്ന പേരിലാണ് ഏകനാഥ് ഷിൻഡെ വിഭാഗത്തിന്റെ നീക്കം. MP-മാരെ പണം നൽകി സ്വാധീനിച്ചതാണെന്ന് MP സഞ്ജയ് റാവത്ത് പറഞ്ഞു. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.